ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നമ്മൾ റോബ്ലോക്സിൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സിൻ്റെ ഗെയിമിൻ്റെ പേരാണ് ബിൽഡ് എ കാർ എന്ന് പറഞ്ഞ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, ഫ്യൂവലില്ല. അയ്യോ ഗൈസ്, $20 കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അവിടെ ഒരു ഷോപ്പ് കണ്ടില്ല. ആ ഷോപ്പിൽ നമുക്ക് ഇതിൻ്റെ കാർ ബിൽഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും. നമുക്ക് ഈ കാർ ഓടിച്ച് പൈസ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അവിടെ പോയി സാധനങ്ങൾ വാങ്ങാം കേട്ടോ. ഇതാണ് ഷോപ്പ് ഞാൻ പറഞ്ഞത്. നമുക്ക് വാങ്ങുന്നത് സ്ലാബ്, ബ്ലോക്ക് നമുക്ക് പിന്നെ ഗ്യാസ് വാങ്ങാം. ഗ്യാസാണ് നമുക്ക് കുറേ. നമുക്ക് ഫ്യൂവൽ വാങ്ങാം. $60. നമ്മുടെ $39 ഡോളറിനാക്കി. ഓക്കെ, നമുക്ക് ഓക്കെ ഇനി 2-3 വട്ടം നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ആവും കഴിച്ചാൽ. എന്നിട്ട് നമുക്ക് ഫ്യൂവൽ വാങ്ങാം. ഓക്കെ നമുക്ക് ഫ്യൂവൽ വാങ്ങാനുള്ള പൈസ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് സ്റ്റാർട്ടർ പാക്കൊന്നും വാങ്ങാൻ പൈസയൊന്നുമില്ലോ. $30 കൊടുക്കണം. നമുക്ക് സ്റ്റാർട്ടർ പാക്കൊക്കെ പിന്നെ വാങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്യാസ് ടാങ്ക് വാങ്ങിച്ചിട്ട് നമുക്കിതിന് ഫിറ്റ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. മേലേക്ക് വാ. ഓക്കെ, ഇതിൻ്റെ മേലെ ഇരിക്കേ. ഒക്കെ പോവാം ഗൈസ്. ഓക്കെ, അതേ പോവാണ്. ഇനി നമുക്ക് എത്ര $. കിട്ടും നമുക്ക് നോക്കാട്ടോ. ഇനി കുറച്ച് ദൂരം വെള്ളാരം അവിടേക്ക് എത്താൻ പറ്റുമോ? ഇല്ലടാ, വെള്ളാരം അവിടേക്ക് എത്താൻ പറ്റില്ല. അത്ര ഫ്യൂവലില്ല. നമുക്ക് $42 കിട്ടി. യെസ്, നമുക്ക് ഒരു വട്ടം കൂടി പോയി അടുത്ത ഫ്യൂവൽ വാങ്ങാനുള്ള പൈസയാവും. വേഗം പോ. 29 എൻജിൻ വാങ്ങാൻ പറ്റും. എൻജിൻ വാങ്ങിച്ചാൽ നമുക്ക് സ്പീഡ് കിട്ടും. അതാണ് തോന്നുന്നു സംഭവം. എൻജിൻ വാങ്ങിച്ചാൽ നമുക്ക് സ്പീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ബൈ ദ വേ, നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാൻ നമ്മുടെ അപ്പോൾ ആരുമില്ല എന്നല്ല, ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ ഓൺലൈനിലില്ല. അപ്പോൾ കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അവൻ്റെ ഒപ്പം പറഞ്ഞ് സെറ്റാക്കി നമുക്ക് ഒരുമിച്ച് മൾട്ടിപ്ലെയർ കളിക്കാം. ഓക്കെ, നമുക്കിത് എൻജിൻ വാങ്ങിച്ചിട്ടുണ്ട് ഫൈനലി നമ്മൾ. ഓക്കെ, അപ്പോൾ എൻജിൻ വയ്ക്കാം. ഇനി നമുക്ക് ഭയങ്കര സ്പീഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 60 സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഓക്കെ വെള്ളേരവിടെ എത്തിയില്ല. എന്നിട്ടും വെള്ളേരവിടെ എത്തിയില്ല. ഓക്കെ, നമുക്കൊന്നുകൂടിയും പോയി നോക്കാം. ക്യാഷായിട്ട് നമുക്ക് ഒരു വട്ടം കൂടി ക്യാഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്യൂവൽ ടാങ്ക് വാങ്ങാം കേട്ടോ. ഓക്കെ എത്തിയില്ല. ഒന്നുകൂടി എത്തിയില്ല. ഇത് നമുക്ക് ഫ്യൂവൽ വാങ്ങാം. ഓക്കെ, ഗ്യാസ് ടാങ്ക് വാങ്ങിച്ചോ. മറ്റേത് വാങ്ങാനുള്ള പൈസ ഉണ്ടെന്നുണ്ട്. ബട്ട് അത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ സ്റ്റോക്ക് വന്നിട്ടില്ല. അയ്യോ എന്താ സ്റ്റെബിലൈസ്. പതുക്കെ റീസ്പോൺ അടിക്കാൻ കഴിയും. അല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. എന്താ വണ്ടി പെട്ടെന്ന് എല്ലാം ഇങ്ങനെ തല തിരിഞ്ഞു പോയി. അവിടെ വെക്കട്ടെ ഫ്യൂവൽ. ഓക്കെ, ഫ്യൂവൽ വയ്ക്കാൻ പറ്റണം. ഫ്യൂവലവിടെ വെച്ചപ്പോൾ എനിക്ക് തോന്നി അതാണ് ഗൈസ് ഉണ്ടായത്. ഓക്കെ, നമുക്കിതേ പോവാണ്. ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ വെള്ളയിലെത്തി. എന്തായാലും ഫ്യൂവൽ കഴിഞ്ഞടാ. ഈ പ്രാവശ്യം നമുക്ക് $64 കിട്ടി. ഓക്കെ, $100 നമ്മൾ ഒന്നുകൂടിയും പോകാം. നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം ഗൈസ്. നല്ല വലുത് നമുക്ക് കാറൊക്കെ ഒന്നിങ്ങനെ ബിൽഡ് ചെയ്ത് സെറ്റാക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഇത് കണ്ട കാറ് പോലൊന്നും തോന്നില്ലേ. എന്നിട്ട് 2 വടി കയറ്റി ചക്രം ഒരു എഞ്ചിനും ഫ്യൂവലും വെച്ചിട്ട് അതേപോലെ നമുക്ക് തോന്നുന്നത്. നമുക്കൊന്നുകൂടി എന്നിട്ട് വാങ്ങാം. നമുക്കിനി ഗ്യാസ് വാങ്ങാം ഒന്നുകൂടി. ഗ്യാസ് സ്ലാബ് നമ്മൾ മറ്റേതിനകത്ത് ഇത്തിരി വലിയ ഗ്യാസ് വാങ്ങിച്ചേക്കാം. ഇത്തിരി കൂടി ദൂരം കിട്ടും. തൽക്കാലം വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു വട്ടം ഇനി നമുക്ക് പോയേക്കാം. ഇനി അത്യാവശ്യം നമുക്ക് 10 സ്പീഡിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് അടിച്ച് പണി പാളി. റീസ്പോൺ അടിക്കി. നമുക്കൊന്നുകൂടിയും പോകാം കേട്ടോ. അത് പെട്ടെന്ന് വണ്ടിയിൽ കൺട്രോൾ കിട്ടിയിട്ടുണ്ടോ. സ്റ്റീറിങ് വളയ്ക്കാൻ പറ്റിയില്ല. അതുണ്ടായേ. ഈ പ്രാവശ്യം നമുക്ക് ഈ സംഭവം കടക്കാൻ പറ്റും ഗൈസ്. ഈ സംഭവം ഈ ഒരു റാമ്പ് കടക്കാൻ പറ്റും നമുക്ക്. നമ്മൾ റാമ്പ് കടന്ന് $91 കിട്ടി. $91. നമുക്ക് ഇനി $132 ഉണ്ട് നമ്മുടെ. എന്നിട്ട് വാങ്ങാം. ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒന്നും സ്റ്റോക്കില്ല. നമുക്ക് ഒരു വട്ടം കൂടിയും പോയിട്ട് വരാം. അപ്പോഴേക്ക് സ്റ്റോക്കാവും തോന്നുന്നു.
നല്ല നോക്കിയിട്ട് പോകാമല്ലോ വല്ലതും വന്നാലോ. ആ സ്ലാബ് വാങ്ങാം നമുക്ക്. എന്നിട്ടേ എനിക്ക് റെഡിയുണ്ട്. സ്ലാബ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റാം. 4 സ്ലാബ് വാങ്ങാം. എന്നിട്ട് ഈ നമ്മൾ മറ്റേ ഫ്യൂവൽ വെച്ചിട്ടില്ലേ സ്ലാബ്, ഇതിങ്ങനെ ഇത് മാറ്റിയിട്ട് നമുക്ക് അവിടെ സ്ലാബ് വയ്ക്കാം. ഈ സ്ലാബ് വയ്ക്കാം നമുക്ക് ബ്ലോക്കായിട്ട്. ഈ ടയറും നമുക്ക് അതിൻ്റെ തെറ്റത്തായിട്ട് വയ്ക്കാം. കാർ അങ്ങനെ ബിൽഡ് ചെയ്യാം നമുക്ക്. അവിടെയും പിന്നെ ഇവിടെ ഒരെണ്ണം വയ്ക്കാം ഗൈസ്. അവിടെ നിന്ന് അവിടെ വയ്ക്കുക. കെട്ടി ഇതിൻ്റെ പൊട്ടഞ്ഞേക്ക് അപ്പുറത്ത് പോയി അതിൽ കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ വയ്ക്കാം. എന്നിട്ട് ടയർ അത് ഇങ്ങനെ വയ്ക്കാം ഗൈസ്. അതായത് എങ്ങനെ അപ്പോൾ നമുക്ക് കാർ ഇത്തിരി സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റേ ഫ്യൂവലൊക്കെ വയ്ക്കാൻ സ്ഥലം ഉണ്ടാവും. അതാണ് നമുക്ക് കറക്കി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഈ ഫ്യൂവലും കൂടി വയ്ക്കാം. നമുക്ക് പോയേക്കാം ഗൈസ്. നമുക്ക് ആ ഫ്യൂവൽ അടിയിൽ ഇങ്ങനെ എനിക്ക് തോന്നി മണ്ണിൽ അടിക്കണോണ്ടാകുന്നതുകൊണ്ട് അതിങ്ങനെ നമുക്കങ്ങനെ പോകാൻ പറ്റാത്തത്. നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ, 30 റാം എന്തായാലും കിടക്കും. അത് നമ്മൾ നേരത്തെ കടന്നതാണ്. ഫ്യൂവല് ഓക്കെ റാമ്പ് കടന്ന് ഓക്കെ. നമ്മൾ റാമ്പ് $93 ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കണം. 93. നമുക്ക് ഇനി പാർട്ട് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. കിട്ടുമോ? എൻജിൻ വാങ്ങുക. ഇതിനോട് സ്പീഡ് കിട്ടും നമുക്ക്. ഇതവിടെ വയ്ക്കാം. വാങ്ങാം. ഈ എൻജിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കാം. ഓക്കെ, നമുക്ക് 90. അയ്യോ ഗൈസ്, കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ ചത്ത്. നമുക്ക് റീസ്പോൺ അടിക്കാം. ഒന്നുകൂടി പോകാം. നേരത്തെ ഭയങ്കര സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള നമുക്കപ്പോൾ 93 സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും ഗൈസ്. 93 അത്യാവശ്യം സ്പീഡ്. ഫ്യൂവൽ പക്ഷേ കുറയുണ്ടാ. എൻജിൻ വയ്ക്കുമ്പോൾ ഫ്യൂവൽ കുറയും. അതാണ് സംഭവം. എനിക്കത് ഇപ്പോഴാട്ടോ മനസ്സിലായി. നമുക്കൊരു എൻജിൻ കൂടി വാങ്ങാം. വേറൊന്നുമില്ലാത്തതുകൊണ്ട് എൻജിൻ നമുക്ക് കുറച്ചുകൊണ്ട് വാങ്ങാം. നമുക്ക് ഇപ്പോൾ ഞാൻ തൽക്കാലം ഫ്യൂവൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം. ഓക്കെ, 2 വെച്ചിട്ടുണ്ട്. പോവാം. ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം സ്പീഡും ഉണ്ട്, അത്യാവശ്യം ഫ്യൂവലും ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തി. അയ്യോ അതേ കൊടിയിൽ വീണു ഗൈസ്. കൊടിയിൽ വീണു. നമ്മളവിടെ വീണ്. നമ്മളത് പിന്നെയും വന്ന് നമുക്ക് ഇനി എന്തിട്ടാ വാങ്ങാം. എൻജിൻ അവിടുന്ന് വാങ്ങാം ഗൈസ്. നമുക്ക് 4 എൻജിൻ വയ്ക്കാം. അപ്പോൾ എത്ര സ്പീഡ് കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. എൻജിൻ വാങ്ങാം. ഇപ്പോൾ എൻജിൻ വാങ്ങട്ടെ കേട്ടോ. നമ്മൾ എൻജിൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വയ്ക്കി. ഇതിൻ്റെ ബാഗ് രണ്ടാമത്തെ ഇങ്ങനെ. ഇപ്പോൾ 4 എൻജിൻ. ഇപ്പം നമുക്കിത് 125 മാക്സ് സ്പീഡ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ $120 $121 നമുക്ക് കിട്ടി ഗൈസ്. 121. ഓക്കെ, നമുക്ക് ഇനി ഒന്നും കൂടി പോവാം. നമുക്ക് എന്തായാലും വന്നോ നോക്കട്ടെ. ഓക്കെ, ആ വീലാണ്, അത് വേണ്ട നമുക്ക്. നമുക്ക് ഫ്യൂവൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ ഫ്യൂവൽ നമുക്ക് അകത്തെടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡിൽ പോയേക്കാം. 220. അയ്യോ കൺട്രോൾ കിട്ടില്ല. അയ്യോ റീസ്പോൺ അടിക്കാൻ വെച്ചാൽ അല്ലാണ്ട് നടക്കൂല. ഇപ്പം നമുക്ക് പതുക്കെ കൺട്രോൾ വെച്ചിങ്ങനെ ഓടിച്ച് നോക്കാം. ഇപ്പോൾ എത്ര ദൂരം നമുക്ക് എത്തുമെന്ന് നോക്കാം. വലിയൊരു ബാരലാണ് നമ്മൾ വെച്ചേക്കുന്ന ഫ്യൂവലിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അത് പെട്ടെന്ന് അവിടെ മിക്സി ഓണാക്കി പിന്നെ ഒന്ന് നിർത്തിയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമുക്ക് എത്ര ദൂരം പോയി നോക്കാം. ഓക്കെ, 70. ഇപ്പം എത്ര നമുക്ക് പൈസ കിട്ടും? 151 ഗൈസ്, അത്രേ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഏത് ഗെയിം വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഗെയിം നമ്മൾ ഉറപ്പായിട്ടും കളിച്ചിരിക്കും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കളിക്കാനെങ്കിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അപ്പോൾ നമ്മൾ സെറ്റപ്പ് വാങ്ങിക്കും. നമ്മൾ അപ്പുറത്തെ തോട്ടി കറിയാണ് പറയണതില്ല കൺട്രോൾ അങ്ങോട്ട് പോയതാട്ടോ. കൺട്രോളൊക്കെ പോയി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.